Hello, wonderful people. Welcome back to Eisenhall YouTube channel. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതൊക്കെ എന്ത് അപ്ലോഡ് ചെയ്യും എന്ന് ഞാനിങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഞാനിങ്ങനെ റൂം ചുറ്റും നോക്കി എന്തിനെ പറ്റി ചെയ്യാം. അപ്പോൾ നോക്കുമ്പോൾ ഷെൽഫിൻ്റെ അകത്ത് കുറേ മിനിയേച്ചർ കാർ കളക്ഷൻസ്. സോ എൻ്റെ അല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ കാർ കളക്ഷൻസാണ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇതെല്ലാം മൊത്തമായിട്ട് ഇങ്ങനെ കാണിക്കാം, എന്തെങ്കിലുമൊക്കെ അതിനെപ്പറ്റി പറയാമെന്ന്. പിന്നെ ഞാൻ അതിങ്ങനെ ഒന്നും കൂടെ ഒബ്സർവ് ചെയ്തപ്പോൾ അതിൽ ഒരുപാട് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കുറച്ച് കാഴ്സുകൾ ഞാൻ കണ്ടു. അപ്പോൾ ഒരുപാട് കാഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു കുറേ ഫാൻ ബേസ് ഉള്ള കാറുകൾ തന്നെയാണ് എൻ്റെ ഹസ്ബൻഡ് കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു 4 കാറാണ് ഞാൻ നിങ്ങളെ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല, ഈ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട്. ഇത് ഒരു എപ്പിസോഡ് വൈസ് ആയിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഇത് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. പിന്നെ ഇതിനൊരു പേരും കൂടിയുണ്ട്. അത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു സ്മോൾ കാർസ് ബിഗ് സ്റ്റോറീസ് എപ്പിസോഡ് പാർട്ട് 1. ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മൂവീസിൽ യൂസ് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള 4 കാർസുകളാണ്. സോ ഫസ്റ്റ് വൺ, ഇത് എനിക്ക് തോന്നുന്നു ഈ 4 കാറുകളും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റും കൂടിയാണ്. ശരിക്കും ഇത് നമ്മുടെ നാട്ടിലും കൂടി ഓടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇപ്പം ഒന്ന് ആലോചിക്കുക. കാരണം ഇത് ഭയങ്കര ക്യൂട്ടാണ് ഈ 4 കാറുകളും. പക്ഷേ ലാസ്റ്റ് കാണിക്കാൻ പോകുന്ന കാറ് കുറച്ച് സ്പെഷ്യലാണ്. എനിക്ക് തോന്നുന്നു അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്. ഞാൻ കാണിക്കാൻ പോകുന്ന ആദ്യത്തെ കാറ്, അപ്പോൾ ഫസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കാറ് കാണിക്കാം. അതായത് ഈ ഒരു കാറ് ശരിക്കും 1960s to 1970 ഈ ഒരു കാലഘട്ടത്തിലാണ് ഇത് ഭയങ്കര പോപ്പുലറായത്. എമംഗ് ഹിപ്പി ജനറേഷൻസിലാണ്. അതായത് അമേരിക്കയിലാണ് കൂടുതലും ഈ ഹിപ്പീസ് കൂടുതൽ കണ്ടുവരുന്നത്. സോ അവർക്കാണ് ഈ കാറ് കുറേ കൂടി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളത്. അതുപോലെ ഈ കാറിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ എൻജിൻ ഡിക്കിയുടെ അവിടെയാണ്, അതായത് ബാക്കിലാണ് ഇതിൻ്റെ എൻജിൻ. സോ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഏത് കാറാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഫോക്സ് വാഗൺ ബീറ്റിലാണ്. ഇത് എനിക്ക് തോന്നുന്നു ഒരു 2 months ബിഫോർ വാങ്ങിച്ചതാണ്. ആക്ച്വലി ഒരു ഹോട്ട് വീൽസ് ബ്രാൻഡിൻ്റെ കൂടിയാണ്. അതുപോലെ ഈ ഒരു കാറിൻ്റെ ഫ്രണ്ടിൽ നിങ്ങളൊരു സിമ്പൽ കണ്ടില്ലേ? നിങ്ങൾക്ക് സിമ്പൽ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഫാൻസ് ആയിട്ടുള്ളവർക്ക് ഓൾറെഡി അറിയാം ഇത് എന്താണെന്ന്. യെസ്, ബംബിൾ ബീയുടെ സിമ്പൽ തന്നെയാണ്. സോ എന്ത് ക്യൂട്ടാണല്ലേ കാണാൻ. ശരിക്കും അതും യെല്ലോ കളറായതുകൊണ്ട് ഭയങ്കര അട്രാക്റ്റീവ് കൂടിയാണ്. ഇത് ഓടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഭയങ്കര റോഡ് പ്രസൻസും ആണല്ലോ. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാറ് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുപോലെ ഇത് ഏത് മൂവിയിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ ഫേമസ് മൂവി സീരീസ് ആയിട്ടുള്ള ട്രാൻസ്ഫോമറിൽ യൂസ് ചെയ്തിരിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാറ് കൂടിയാണ് നമ്മുടെ ഈ ബംബിൾ ബീ. ആക്ച്വലി ഈ ഫോക്സ് വാഗൺ ബീറ്റിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു പഴയ മോഡൽ കാറായതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നോട്ടീസ് ചെയ്തത്, ഇതൊരു എയർ കൂൾഡ് എൻജിനാണ്. അതായത് ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ എയറിലാണ് എൻജിൻ കൂളാക്കാൻ പറ്റൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ഡിസഡ്വാൻറ്റേജസും കൂടിയുണ്ട്. കാരണം ഇപ്പോൾ ട്രാഫിക്കിൽ ഇരിക്കുകയാണെങ്കിലും അതുപോലെ ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ വണ്ടി ഭയങ്കര ഹീറ്റാവും, എൻജിൻ ഹീറ്റാവും. അപ്പോൾ വണ്ടി ഓടിയാൽ മാത്രമേ ഇത് കൂളാവുള്ളൂ. സോ അതായിരിക്കാം പിന്നെ ഈ കാറ് ഇപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻസ് ഒന്നും ഇല്ല. പിന്നെ വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ ഈയിടെ ഒന്നും കൂടെ നമ്മുടെ ഹെർബി ഫുള്ളി ലോഡഡ് ആ മൂവി ഒന്നും കൂടെ കണ്ടു. കാരണം ഇത് പണ്ട് നമ്മൾക്ക് എനിക്ക് തോന്നുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സൂര്യ TV-യിൽ ഇത് മലയാളം ഡബ്ഡ് വന്നു, ഈ ഹെർബി ഫുള്ളി ലോഡഡ്. അപ്പോൾ ആക്ച്വലി അത് ഈ ഹെർബി തന്നെയാണ്, സെയിം കാറ് തന്നെയാണ്. പക്ഷെ നമ്മുടെ ബംബിൾ ബി ആണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു മൂവി കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ഗേൾസിനും ഈ ഒരു കാറ് ഓടിക്കണം, ഈ ഒരു കാറ് ഓൺ ചെയ്യണമെന്ന് ഈ ഒന്ന് അന്നത്തെ ഒരു കാലത്ത് തോന്നിയിട്ടുണ്ടാവും. സോ അതൊരു ഒരു വിമൻ ആണല്ലോ ആ ഒരു കാറ് റേസ് ചെയ്യുന്നത് ആ മൂവിയിൽ.
പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആക്ച്വലി ഈ ട്രാൻസ്ഫോമർ മൂവിക്ക് മുന്നേ ഈ ഒരു കാറ് മൂവീസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് 1968 ഇറങ്ങിയ ഹെർബി ദ ലവ് ബഗ് എന്ന് പറഞ്ഞ മൂവിയിലാണ് ഈ ഒരു കാർ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മുടെ യെല്ലോ കളറല്ല, നമ്മൾ ഹെർബി മൂവീസിൽ കണ്ടിരിക്കുന്ന ആ 53 എന്ന് എഴുതിയിരിക്കുന്ന ആ കാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഫോക്സ് വാഗൺ ബീറ്റിലാണ് ആക്ച്വലി. സോ ഇത്രയും നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു കാറാണ്. കാരണം ഇതിൻ്റെ ഒരു ഷേപ്പ് ഒരു റൗണ്ട് ഷേപ്പാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും നമുക്കിത് കൊണ്ട് നടക്കാനും പറ്റും. സോ ഇതാണ് വൺ ഓഫ് ദി കളക്റ്റബിൾസ് ഓഫ് മൈ ഹസ്ബൻഡ്. സോ വാട്ട് എ ക്യൂട്ട് ഇറ്റ് ഈസ്. ഓക്കെ, ഇതൊന്ന് അല്ലേ ട്രാൻസ്ഫോമർ ആയിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. സെക്കൻഡായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, എനിക്ക് തോന്നുന്നു ഇത് നിങ്ങളുടെയൊക്കെ ഒരു പേഴ്സണൽ ഫേവറേറ്റും കൂടി ആയിരിക്കും. നിങ്ങളെ ചിരിപ്പിച്ച ഒരു കാറും കൂടിയാണ്. നോട്ട് എക്സാക്ട്ലി, പക്ഷേ ആ ഒരു സെയിം മോഡലാണ്. അപ്പോൾ ചിരിപ്പിച്ചത് എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഈ പേര് പറയാം, അത് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് കാറാന്ന് പിടിയിട്ടും. മിസ്റ്റർ ബീൻ. യെസ്, നമ്മുടെ മോറിസ് മിനി, അതായത് ഇപ്പോഴത്തെ മിനി കൂപ്പർ, അതാണ് അടുത്തത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ മിസ്റ്റർ ബീനിൻ്റെ സെയിം കാറല്ല. മിസ്റ്റർ ബീനിൻ്റെ കാർ എന്ന് പറയുന്നത് 1977 മോഡലാണ്. ആക്ച്വലി ഇത് മിസ്റ്റർ ബീനിൻ്റെ സെയിം കാറല്ല, ബട്ട് ആക്ച്വലി ഇത് ബ്രാൻഡ് സെയിം ആണ്, മോറിസ് മിനി തന്നെയാണ്. ഈ ഒരു കാറും എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തന്നെ തോന്നുന്നു. ഈ ഒരു കാറ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഈസിയാണ് ഓടിക്കാൻ. അതുപോലെ ഈ ചെറിയ സ്ഥലങ്ങളിലൊക്കെ പാർക്ക് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. നല്ല രസമുണ്ടല്ലേ പിടിച്ചോണ്ടിരിക്കുമ്പോൾ. വാവ്. ശരിക്കും പറഞ്ഞാൽ ഈ മിനിയേച്ചർ കാഴ്സ് അതിനൊരു ഇത്രയും ഫാൻ ബേസ് ഉണ്ടെന്ന് ഞാൻ പിന്നെ കേട്ടോ അറിയുന്നത്. കാരണം ഇത് അത്ര പെർഫെക്റ്റ് ആണ്. ഒരു റിയൽ കാർ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവർ ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കാറിൽ എന്തൊക്കെ പാർട്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് ആ സെയിം തന്നെയാണ് ഈ ഒരു ഓരോ മിനിയേച്ചർ കാഴ്സിലും അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ പെയിൻ്റ് ആയിക്കോട്ടെ, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ്, ഇതെല്ലാം എനിക്ക് അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. സോ അതുകൊണ്ടായിരിക്കാം ഇതിന് ഒരു ഇത്രയും ഫാൻ ബേസ് കൂടി. ഓക്കെ, അപ്പോൾ ഈ ഒരു കാറ് നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ഒറിജിൻ ബ്രിട്ടനിലാണ്. പിന്നെ ഈ കാറ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മിനിയേച്ചർ വിയറ്റ്നാമിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ടോമിക്ക ബ്രാൻഡാണ്. നമ്മൾ നേരത്തെ കണ്ടത് ഹോട്ട് വീൽസ് ആണ്. അത് ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മുടെ ബംബിൾ ബി, ആ മിനിയേച്ചർ കാറ് ശരിക്കും മലേഷ്യയിലാണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ ബംബിൾ ബി, ഈ ഒരു കാറ് ഉണ്ടാക്കിയേക്കുന്നത്. സോ എന്ത് രസമല്ലേ ഇങ്ങനെ കൊണ്ടു നടക്കുക. ഓക്കെ, നല്ല കളർ കൂടിയാണ്, റെഡ് ആൻഡ് വൈറ്റ്. ശരിക്കും എനിക്ക് മിസ്റ്റർ ബീൻ്റെ ആ സെയിം കാറ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. ഗ്രീൻ കളർ, അത് ഭയങ്കര ഡിമാൻഡാണ്. എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ ഒരുപാട് സൈറ്റിലൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഒരാളുടെ കയ്യിലുണ്ടായിരുന്നു മിസ്റ്റർ ബീൻ്റെ കാറ്. പക്ഷെ അത് ഒരു പീസ് ഉണ്ടായിരുന്നുള്ളൂ. അത് ആ ഒരാളുടെ കളക്റ്റബിൾസിലുള്ളതുകൊണ്ട് പുള്ളി അത് ആർക്കും കൊടുത്തില്ല. ഇതുപോലെ എക്സ്ട്രാ കുറേ കളക്ഷൻസ് ഉള്ള ഇപ്പോൾ ഇതേ സെയിം തന്നെ ഒരു 4-5 പീസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾക്ക് സെല്ല് ചെയ്യുള്ളൂ. സോ ആ ഒരു കാറ് കിട്ടാൻ ഭയങ്കര പാടാണ്. ശരിക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരുടെ കയ്യിൽ എങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, എനിക്കറിയാം ആരും കൊടുക്കുന്നുണ്ടാവില്ല, കാരണം ഇതൊരു കളക്റ്റബിൾ ആയതുകൊണ്ട് എങ്ങനെയാണ് കൊടുക്കാൻ തോന്നുന്നത്. സോ നിങ്ങളത് സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് കോണ്ടാക്ട്. ഓക്കെ, പിന്നെ ഈ ഒരു കാറ് ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ്, ഈ ഒരു കാറിലാണ് ആദ്യമായിട്ട് ഫ്രണ്ട് വീൽ ഡ്രൈവ് എന്ന് പറഞ്ഞ ഒരു സംഭവം കൊണ്ടുവന്നത്. അതായത് പഴയ കാറുകളിലൊക്കെ പുറകിലത്തെ വീലിലായിരുന്നു ഈ എൻജിൻ്റെ പവർ പോകുന്നത്. പുറകിലത്തെ വീലാണ് വണ്ടീനെ ഫ്രണ്ടിലോട്ടും മുന്നിലോട്ടും ഒക്കെ വലിക്കുന്നത്. ഈ ഒരു കാറിലാണ് ശരിക്കും ഫ്രണ്ടിൽ എൻജിൻ്റെ പവർ
കൊണ്ടുവന്നിട്ടുള്ള ഒരു മെക്കാനിസം ഡെവലപ്പ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇത് കറക്റ്റായിട്ട് അറിയുന്നവർക്ക് മനസ്സിലാവും. സോ ഇത് ഞാൻ ആക്ച്വലി ChatGPT റെഫർ ചെയ്തൊക്കെ പറയുന്നതാണ് കേട്ടോ. അതായത് ഈ ഫ്രണ്ട് വീലായിരിക്കും ഈ വണ്ടീനെ മുന്നിലോട്ട് കൊണ്ടുപോകാനും ബാക്കിലോട്ട് കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇത് കൊണ്ടുവന്നുകൊണ്ട് ഈ വണ്ടിയിൽ അങ്ങനെ ഒരു പുതിയ ഫീച്ചർ വന്നുകൊണ്ട് ഈ വണ്ടിയുടെ എൻജിനായാലും എല്ലാം ഫ്രണ്ട് സൈഡിലായിട്ടാണ് ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും വരുന്നത്. ഈ കാറിൽ പണ്ട് എനിക്ക് തോന്നുന്നു ഇതായിരിക്കാം ഈ റിയർ വീൽ ഡ്രൈവ് എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ ബാക്കിൽ ഈ എൻജിനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊക്കെ എൻ്റെ അസംഷനാണ്. എനിക്കിത് കറക്റ്റ് ആണെന്നൊന്നും അറിയില്ല. തെറ്റാണെങ്കിൽ യു ക്യാൻ കമൻറ്റ്. ആൻഡ് ഈ ഒരു കാറിലാണ് ഫ്രണ്ട് വീൽ ഡ്രൈവ് വന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അതായിരിക്കാം എൻജിനൊക്കെ ഈ ബോണറ്റിൻ്റെ ഇവിടെ ഈ ഒരു ഭാഗത്തെ എൻജിനും കാര്യങ്ങളും ഒക്കെ വന്നത്. അപ്പം അതുകൊണ്ട് ഈ ആളുകൾക്ക് അകത്തിരിക്കാനും നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ ഫ്യുവൽ എഫിഷ്യൻറ്റും കൂടിയാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മഴയൊക്കെ പെയ്ത് തെന്നിക്കിടക്കുന്ന റോഡിലൂടെ ഈ കാറ് ഓടിച്ചാൽ ആളുകൾക്കൊരു നല്ല സ്റ്റിയറിംഗ് കൺട്രോളും ഉണ്ടാവും. ഇങ്ങനെ ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവ് ഫീച്ചർ ഈ കാറിൽ കൊണ്ടുവന്നുകൊണ്ട്. അപ്പോൾ ഈ ഒരു കാറിലാണ് ആദ്യമായിട്ട് അത് കൊണ്ടുവരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 20th സെഞ്ച്വറിയിലെ ഏറ്റവും സെക്കൻഡ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ കാറും കൂടിയാണ്. ഒരുപാട് സെലിബ്രിറ്റീസും റേസേഴ്സും അക്കാലത്ത് ഇത് ഓൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു കാറ്. കാരണം ഇത് ഈ കാറിന് ഭയങ്കര റോഡ് പ്രസൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഇന്നും ഈ കാറ് റോഡിലൂടെ പോയി കഴിഞ്ഞാൽ എല്ലാവരും നോക്കും. അത്ര ബ്യൂട്ടിഫുൾ ആണല്ലേ ഈ കാറ് കാണാൻ. യെസ്, ഇനി നെക്സ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു മിക്ക ഒരു ബോയ്സിനേക്കാൾ ഗേൾസിനായിരിക്കും ഈ കാറ് അവരുടെ പേഴ്സണൽ ഫേവറേറ്റ്. ആക്ച്വലി ഈ ഒരു കാറെന്ന് പറയുന്നത് നമ്മുടെ റോഡിൽ ഈ ഒരു കളറ് ഇല്ല. ഓക്കെ, റിയൽ ലൈഫിൽ ഈ ഒരു കളറില്ല. പക്ഷേ ഇത് മൂവീസിലാണ് ഈ ഒരു കാറ് ഇത്രയും ഫേമസ് ആയത്. ആക്ച്വലി 2023 ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലാണ് ഒന്നും കൂടെ ഈ കാർ കുറച്ചുകൂടി പോപ്പുലർ ആവുന്നത്. യെസ്, ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ബാർബിയുടെ കാറാണ്. ശരിക്കും പറഞ്ഞാൽ ആ മൂവി കണ്ടപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും ഞാനും ആ മൂവി കണ്ടപ്പോഴാണ് ഈ ഒരു കാറ് നോട്ടീസ് ചെയ്യുന്നത്. ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് നമ്മുടെ ഷെവർലെ കോർവെറ്റ് ആണ്. ആക്ച്വലി ഈ കാറ് നമുക്ക് ഇതുപോലെ റൂഫ് അടച്ച് അങ്ങനെ ഒരു സാധാ കാറ് പോലെ ആക്കാം. അതായത് ഇതിനെ കൺവേർട്ടബിൾ എന്നാണ് പറയുന്നത്. അടയ്ക്കുകയും ചെയ്യാം, റൂഫ് തുറക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് തുറന്ന ഒരു റൂഫാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് അല്ലേ? ആൻഡ് പിങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറും കൂടിയാണ്. ഗേൾസിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാറ് തന്നെയാണിത്, ഈ ഒരു ബാർബിയുടെ നമ്മുടെ ഷെവർലെ കോർവെറ്റ്. ആക്ച്വലി റിയൽ ലൈഫിൽ ഈ ഒരു കളറില്ല കേട്ടോ. ശരിക്കും ഇവർ റെഡ്, വൈറ്റ് ഈ ഒരു കളേഴ്സൊക്കെയാണ് നമ്മുടെ റിയൽ വേൾഡിൽ ഇവർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു ബാർബി മൂവിയിലാണ് ശരിക്കും ഈ ഒരു കാർ ഞാൻ കാണുന്നത്. അന്നേരം ഈ നമ്മുടെ മാർഗോ റോബി ആ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണപ്പോൾ നല്ല രസം തോന്നി. കാരണം ആ ബാർബി ലാൻഡിൽ നിന്ന് റിയൽ വേൾഡിലോട്ട് ഈ കാർ ഓടിച്ചുകൊണ്ട് പോകുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു ശരിക്കും. എനിക്ക് തോന്നുന്നു ബാർബി ബുക്സ് വായിക്കുന്നവരും അല്ലെങ്കിൽ അതിൻ്റെ അനിമേറ്റഡ് മൂവീസൊക്കെ കാണുന്നവർക്കാണെങ്കിൽ ഈ കാറ് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. കാരണം ഈ ബാർബി ഡോൾ സെറ്റിലൊക്കെ ഈ കാറ് ഇവർ അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് ബാർബിയുടെ മൂവീസ് കാണുമായിരുന്നു. അതായത് പോഗോയിലൊക്കെ വരും ഈ അനിമേറ്റഡ് സീരീസൊക്കെ വരും, അപ്പോൾ അത് കാണും. പക്ഷെ അതിൽ ഞാൻ ഈ കാറ് കണ്ടിട്ടില്ല. അല്ലാതെ എനിക്ക് തോന്നുന്നു ബുക്സും ബാർബി ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും ഈ ഒരു കാറ് ബാർബി യൂസ് ചെയ്യുന്ന ഒരു കാറാണ്. ആക്ച്വലി ഇത് 2023 മൂവിയിലാണ് ഒന്നും കൂടെ പോപ്പുലർ ആയത്. ഇതും ഒരു ഹോട്ട് വീൽസ് ആണ് കേട്ടോ, ഹോട്ട് വീൽ ബ്രാൻഡാണ്. അതുപോലെ ഇത് ശരിക്കും 2022 ഈ ഒരു കാറ് ഡെവലപ്പ് ചെയ്യുന്നത്, നമ്മുടെ ഈ മിനിയേച്ചർ കാർ. ആൻഡ് ഈ ഒരു പിങ്ക് ആക്ച്വലി
ഈ ബാർബിക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു പിങ്ക് കളർ ഈ ഒരു കോർവറ്റിന് കൊടുത്തതെന്ന് വെച്ചാൽ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഫ്രീഡം, കോൺഫിഡൻസ്, സ്റ്റൈലൊക്കെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു പിങ്ക് കളർ തന്നെ കൊടുക്കാൻ കാരണം. ആക്ച്വലി ബാർബിയുടെ എല്ലാം ഒരു പിങ്ക് കളറാണ്. പിങ്ക് റെപ്രസെൻറ്റ് ഫ്രീഡം, കോൺഫിഡൻസ് ആൻഡ് സ്റ്റൈൽ. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ഐക്കോണിക് കാർ ഇതൊരു അമേരിക്കൻ സ്പോർട്സ് കാറും കൂടിയാണ്, ഷെവർലെ കോർവറ്റ്. അതുപോലെ ഇതൊരു ഒരുപാട് പഴയ ഒരു കാറാട്ടോ. 1957 ഈ ഒരു കാർ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത് 1957. സോ ഈ ഒരു കാറിൻ്റെ അകത്ത് കയറി പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്. കാരണം ഇതിൻ്റെ റൂഫ് ഓപ്പൺ ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ സീറ്റ് അതുപോലെ ഈവൻ സ്റ്റിയറിങ്, അതിൻ്റെ ഫ്രണ്ടിലുള്ള സിസ്റ്റം, ഇതെല്ലാം ഭയങ്കര വിസിബിളാണ്. അത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് ശരിക്കും ഈ ഒരു മിനിയേച്ചർ കാർ ഇവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഭയങ്കര ചെറുതായിട്ട്, അതായത് നമ്മൾ ഈ കാറ് നമ്മുടെ സ്വന്തം കണ്ണു വെച്ച് നോക്കിയാലേ കാണുള്ളൂ, ക്യാമറയിൽ പോലും കാണില്ല, അത്ര ചെറുതായിട്ട് ഇവർ കോർവെറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. സോ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇവർ എഴുതിയിട്ടുണ്ട് ഷെവർലെ കോർവെറ്റ്. ഇതിൻ്റെ അടിയിൽ ബാർബി എന്ന് ഭയങ്കര കുഞ്ഞായിട്ട് എഴുതിയിട്ടുണ്ട്. ശരിക്കും ഈ ഇത് അടുത്ത് കൊണ്ടുവന്നാൽ കാണുമോയെന്ന് തന്നെ ഡൗട്ടുണ്ട്, കാരണം ഭയങ്കര ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോവാണ്. സോ അപ്പോൾ ഇതാ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറച്ച് കാറുകൾ. സോറി. ഇനിയും ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, ഐ തിങ്ക് ഇതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഫാൻ ബേസും ഈ ഒരു മിനിയേച്ചർ കാർ ഓൺ ചെയ്യാൻ ഒരുപാട് പേരും ആഗ്രഹിക്കുന്നുണ്ടാവും. ഇപ്പോൾ അത് ഓൺ ചെയ്ത് ഒരുപാട് പേരും ഉണ്ടാവും. സോ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫേമസ് ജെയിംസ് ബോണ്ട് മൂവി സീരീസിൽ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു കാറാണ്. അതായത് ആസ്റ്റൺ മാർട്ടിൻ DB5 എന്ന് പറയുന്ന ദാറ്റ് മെറ്റാലിക് സിൽവർ കാറാണ്. അതായത് അത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കാറും കൂടിയാണ്. ആക്ച്വലി നിങ്ങൾക്കത് അറിയാം എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. ശരിക്കും ഇതൊരു വെൽ പാക്ഡ് ആയിട്ടാട്ടോ നമുക്ക് കിട്ടിയത്. ഒരു ഫേമസ് ജെയിംസ് ബോണ്ട് മൂവി ഉണ്ട്, ഗോൾഡ് ഫിംഗർ. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന എക്സാക്റ്റ് സെയിം കാറാണ്. നമ്മുടെ മിനി GT ബ്രാൻഡാണ് ആക്ച്വലി ഈ ഒരു മിനിയേച്ചർ കാർ പ്രൊഡ്യൂസ് ചെയ്തത്, ഡെവലപ്പ് ചെയ്തത്. സോ ഇത് നമ്മൾ പൊട്ടിക്കാതെ കവറിൽ തന്നെ വെച്ചേക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ കാർ കളക്ടേഴ്സ് ഇവർ ഇതുപോലെ ഇങ്ങനെ കിട്ടുന്ന പാക്ക് അതുപോലെ തന്നെ വെച്ചായിരിക്കും അവർ ശേഖരിക്കുന്നത്. ഇവർ പൊട്ടിക്കാറില്ല എന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത്. ഇത് ഒന്ന് പൊട്ടിച്ചതിൻ്റെ അകത്ത് എന്താണെന്നൊക്കെ ഒന്ന് നോക്കണമെന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പാക്ക് ചെയ്ത് കാണാനും ഒരു രസം തന്നെയാട്ടോ. കാരണം ഈ ഒരു കാറ് ചീത്തയാവാതെ, പൊടിയൊന്നും പിടിക്കാതെ, നല്ല എന്നും പുതിയതുപോലെ ഇരിക്കും. സോ എനിക്ക് ഇങ്ങനെ മാത്രമേ ഇത് കാണിക്കാൻ പറ്റൂ. അല്ലാതെ ഞാൻ ഇതിൻ്റെ ക്ലോസ് ലുക്സ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ എല്ലാ കാറിൻ്റെയും. സോ ഇതാണ് നമ്മുടെ ജെയിംസ് ബോണ്ടിൻ്റെ ആ കാറ്, ആസ്റ്റൺ മാർട്ടിൻ DB5 എന്നാണ് ആ കാറിൻ്റെ പേര്. ഇത് ശരിക്കും നിങ്ങൾക്കറിയാലോ, ആ മൂവിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു കാറാണ്. ഇതിനെ ഇൻസ്പയർ ആയിട്ടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ CID മൂസയിലെ ആ കാറ് ശരിക്കും ഈ ഒരു കാർ ഇൻസ്പയർ ചെയ്ത് ഉണ്ടാക്കിയതാണ്. സോ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ സ്പൈ ഗാഡ്ജറ്റ്സുകളുണ്ട്, ഹിഡൻ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇതിൽ ഹിഡൻ ആയിട്ടുള്ള മെഷീൻ ഗൺസ് ഉണ്ട്. ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ സ്പിൻ ചെയ്യുന്ന നമ്പർ പ്ലേറ്റ് ആണ്. ഐ തിങ്ക് ആ മൂവി കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും ഈ ഒരു കാറിൻ്റെ ഓരോ പ്രത്യേകതയും ഫീച്ചേഴ്സും ഒക്കെ. പിന്നെ ഇതിലൊരു ഓയിൽ സ്ലിക്ക് സ്പ്രേയർ, എനിക്ക് തോന്നുന്നു നമ്മുടെ CID മൂസ, ഞാൻ ആക്ച്വലി ഐ അപ്പോളജൈസ്, ഞാൻ ജെയിംസ് ബോണ്ട് മൂവീസ് അങ്ങനെ കണ്ടിട്ടില്ല, എസ്പെഷ്യലി ഈ ഗോൾഡ് ഫിംഗർ. എന്നിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. ഐ ആം റിയലി സോറി. പക്ഷേ ഞാൻ ഈ മൂവി കാണുന്നതാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്നൊക്കെ അറിയാൻ എനിക്ക് ഭയങ്കര ആകാംക്ഷയും കൂടി ഉണ്ട്. അപ്പോൾ ഇതിലെ ഓയിൽ ഇങ്ങനെ ചീറ്റുമായിരിക്കും, അത് ഇതിൻ്റെ ഒരു ഫീച്ചറാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ
സ്മോക്ക് സ്ക്രീൻ ഉണ്ട്. ആക്ച്വലി ഇത് ഞാനിങ്ങനെ എഴുതി വെച്ചേക്കുക കേട്ടോ. ഹിഡൻ മെഷീൻ ഗൺ ഉണ്ട്, റൊട്ടേറ്റിംഗ് നമ്പർ പ്ലേറ്റ് ഉണ്ട്, ഓയിൽ സ്ലിക്ക് സ്പ്രെയർ, സ്മോക്ക് സ്ക്രീൻ, ഇജക്ടർ സീറ്റ്. ഒരു വില്ലനെ നമ്മൾ ഈ കാറിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ഇജക്ടർ സീറ്റ് വെച്ച് ഇയാളെ തെറിപ്പിച്ച് വിടാം. നമ്മുടെ ഈ മിനിയേച്ചർ കാറിൻ്റെ ഒരു വലുപ്പം എന്ന് പറഞ്ഞാൽ 1:64 സ്കെയിലാണ് കേട്ടോ. പിന്നെ ഇവിടെ ബാക്കിലും ഒരുപാട് എഴുതിയിട്ടുണ്ട്. മെറ്റാലിക് ബോഡി, ചേസസ്, ഡീറ്റെയിൽഡ് അണ്ടർ ചേസസ്, സോഫ്റ്റ് റബ്ബർ സൈഡ് മിറർ, റബ്ബർ ടയേഴ്സ്. ആക്ച്വലി പക്കാ റബ്ബർ ടയറാണ് ഇതിൽ ഈ ഒരു മിനിയേച്ചർ കാർ ഉണ്ടാക്കാൻ. അതായത് നമ്മുടെ ഒരു റിയൽ കാറിൽ യൂസ് ചെയ്തിരിക്കുന്ന അതേപോലത്തെ റബ്ബർ ടയർ തന്നെയാണ് ഈ കാറിലും ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ഇതിൻ്റെ ബാക്കിലൊക്കെ എഴുതിയിരിക്കുന്നത്. ഡീറ്റെയിൽഡ് വീൽ ഡിസൈൻ, LHD ആൻഡ് RHD വേർഷൻസ് അവൈലബിൾ ഫോർ മോസ്റ്റ് മോഡൽസ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സോ ഇതാണ് നമ്മുടെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു മിനിയേച്ചർ കാറായിരിക്കാം ഇത്. ജെയിംസ് ബോണ്ട്, അദ്ദേഹത്തിൻ്റെ പടമൊക്കെ ഉണ്ട് ഇവിടെ. ഈ ഗോൾഡ് ഫിംഗർ മൂവി കഴിഞ്ഞ് ഈ ഒരു കാറ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ 2021 ജെയിംസ് ബോണ്ട് മൂവിയിലും യൂസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കളറും കൂടിയാണല്ലേ, മെറ്റാലിക് സിൽവർ. നല്ല പ്രസൻസ് ഉള്ള കാറുകളാണ്. അപ്പം ഞാൻ ഈ കാണിച്ച എല്ലാ 4 കാറുകളും എനിക്ക് തോന്നുന്നു നല്ല റോഡ് പ്രസൻസും ഫാൻ ബേസും ഉള്ള കാറുകളാണ്. ഫേമസ് ആയിട്ടുള്ള 4 കാഴ്സുകളാണ്. എനിക്ക് ശരിക്കും പണ്ട് ഇതുപോലത്തെ ഗ്ലോസി ആയിട്ടുള്ള കാറുകളായിരുന്നു കേട്ടോ ഇഷ്ടം, ഗ്ലോസി പെയിൻ്റ് അടിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പം എനിക്ക് റീസെൻ്റായിട്ട് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള കളേഴ്സ് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി. നല്ല ഭംഗിയുണ്ട്. കാരണം ആദ്യമൊക്കെ ഞാൻ ഓർത്തു മാറ്റാണല്ലോ, അത് ഒരു റോഡ് പ്രസൻസ് ഇല്ല, അല്ലെങ്കിൽ ഗ്ലോയി ആയിട്ടല്ലല്ലോ ഇരിക്കുന്നത്. പക്ഷെ പിന്നെയാണ് എനിക്ക് നോക്കിയപ്പോൾ അതും ഒരു ബ്യൂട്ടിഫുൾ കളറാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഓക്കെ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ ഒരു മിനിയേച്ചർ കാഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ. സോ അവർക്കറിയാം ഇതിൻ്റെ ഒരു വികാരം എന്താണെന്ന്. ആക്ച്വലി ഈ ഒരു ബാർബി കാറ് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തന്ന കേട്ടോ, എനിക്ക് പ്രസൻറ്റ് ചെയ്തതാണ്. കാരണം എനിക്ക് ആ മൂവിയിൽ ഈ ഒരു കാർ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇത് നമ്മുടെ കയ്യിലുള്ള എല്ലാ കാഴ്സും ഇതുപോലെ കളക്ട് ചെയ്ത് ഇങ്ങനെ ഷെൽഫിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു ദിവസം ഈ ഹോട്ട് വീൽ കളക്ഷനുള്ള ഒരാളുടെ വീഡിയോ കണ്ടു. ശരിക്കും അദ്ദേഹത്തിന് ഒരു 80+ വയസ്സുണ്ട്. വളരെ കുഞ്ഞായിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 15 ഇയേഴ്സ് ഓർ 16 ഇയേഴ്സ് ടീനേജ് ആയിരിക്കുന്ന സമയത്തെ കളക്ട് ചെയ്തിരിക്കുന്ന ഹോട്ട് വീൽസ് ഇങ്ങനെ ഒരു വീഡിയോയിൽ കാണിച്ചു. ആക്ച്വലി വീട്ടിലൊന്നും അത് തികയില്ല, കാരണം അത്രയും വർഷത്തെ കളക്ഷൻ ആയതുകൊണ്ട് ഒരു വലിയ എനിക്ക് തോന്നുന്നു ഒരു ഷോപ്പ് പോലെ അദ്ദേഹം പണിത് അവിടെയാണ് ഈ കളക്ഷൻസൊക്കെ വെച്ചിരിക്കുന്നത്. ശരിക്കും അങ്ങനെ കളക്ട് ചെയ്യാനും ഒരു നല്ല രസമാണ് അല്ലേ. ചിലവർക്ക് സ്റ്റാമ്പ് കളക്ഷൻസ് ഉണ്ട്, കോയിൻ കളക്ഷൻസ് ഉണ്ട്. സോ ഇങ്ങനെ ഓരോ വർഷത്തെയും കളക്ഷൻസൊക്കെ ഇങ്ങനെ നമ്മൾ വീണ്ടും എടുത്തു നോക്കുമ്പോൾ ഇതിൻ്റെ ആ പഴക്കവും അതുപോലെ പുതുമയും ഇതെല്ലാം നമുക്കറിയാൻ പറ്റും. ശരിക്കും ഇതൊരു നല്ല ഹോബി കൂടിയാണ്. ഞാൻ ശരിക്കും ഇങ്ങനെ ആലോചിച്ച് ഞാനും ഇതുപോലെ കളക്ട് ചെയ്യണം, പക്ഷേ എനിക്കതൊരു ഹോബി ആക്കാനും പറ്റുന്നില്ല. സോ എന്തായാലും ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിനുണ്ടല്ലോ ഇങ്ങനെ ഒരു മിനിയേച്ചർ കാർ കളക്ഷൻ ഹോബി. സോ അതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ പുതിയ കാറുകൾ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ പറ്റും. എനിക്കൊന്ന് ബിഫോർ മാരേജ് എനിക്ക് ഈ കാറുകളെ പറ്റി ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സോ ആക്ച്വലി അതിൻ്റെ ഓരോ പാർട്ടിൻ്റെ പേര് ഇതൊന്നും ഒരു പിടിയില്ലായിരുന്നു. പക്ഷേ പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഈ കാറിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനും ഇടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെയാണ് പല കാർ മോഡൽസും ഒക്കെ ഞാനിങ്ങനെ അറിഞ്ഞു തുടങ്ങിയത്. അതായത് സെഡാൻ മോഡലുണ്ട്, SUV മോഡലുണ്ട്, പിന്നെ ഹാഷ് ബാക്ക് ഉണ്ട്. അങ്ങനെ കാറുകൾക്ക് തന്നെ പല മോഡൽസ് ഉണ്ടെന്നൊക്കെ ഞാൻ പിന്നെയാണ് അറിഞ്ഞു വരുന്നത്. ശരിക്കും ഇതിനെപ്പറ്റി അറിയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. ശരിയൊരു സൂപ്പർ ഇന്നോവേഷൻ തന്നെയാണല്ലേ കാറ്. ഇപ്പം തന്നെ എന്തൊക്കെ സൊഫിസ്റ്റിക്കേറ്റഡ് ഫീച്ചേഴ്സാണ് കാറുകളിൽ വരുന്നത്. ഇലക്ട്രിക് കാർ ഇറങ്ങി, അതിൽ തന്നെ ഒരുപാട് പുതിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്ന് തുടങ്ങുന്നത്. സോ ഇനിയും അങ്ങനെ പുതിയ കാറുകൾ ഡെവലപ്പ് ചെയ്യട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം തന്നെ
ചൈനയിലാന്ന് തോന്നുന്നു. അവിടെ മറ്റേ ഫ്ലൈയിങ് കാറുകൾ 2026 നെക്സ്റ്റ് ഇയർ എന്തോ വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. എനിക്ക് അറിയില്ല, അങ്ങനെ ഞാൻ കേട്ടു. സോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു എന്നുള്ളൂ. സോ നമ്മുടെ ഇവിടെയും അങ്ങനെ പുതിയ പുതിയ മോഡൽ കാറുകൾ വരട്ടെ. ഇനിയും നമ്മൾ ഈ ഒരു കാർ എപ്പിസോഡ് സീരീസിൽ വേറെ കുറേ പുതിയ കാറുമായിട്ട് വീണ്ടും വരുന്നതാണ്. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ കണ്ടതിൽ ഐ ആം സോ ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ ഫോർ യു. സോ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.